തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. കേസിൽ 3 പ്രതികളെയാണ് പിടികൂടാനുള്ളത്. ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വിവരങ്ങളുമായി പ്രസാദ് തന്നെയാണ് ചേരുന്നത്. പ്രസാദ്, എന്തായാലും തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തെ ഇപ്പോൾ വിപുലീകരിച്ചിരിക്കുകയാണ്. ഇനി 3 പ്രതികൾ മാത്രമാണ് ഉള്ളത്. സംസ്ഥാനം വിട്ട എന്നൊരു സൂചനയിലായിരിക്കാം ഒരുപക്ഷെ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നത്, അല്ലേ? രേണുക, അത് തന്നെയാണ് കൃത്യമായിട്ടുള്ള മറുപടിയാണ് രേണുക പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം 1.5 ദിവസം മുമ്പ് അർദ്ധരാത്രിയിലാണ് ഈ 3ാമത്തെ പ്രതിയായ ഈ നിരണ സ്വദേശിയായ അരുണിനെ ആലുവയിൽ നിന്നും ഈ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുന്നത്. ഈ അരുണിന്റെ മൊബൈൽ ലൊക്കേഷൻ നോക്കിയാണ് ആലുവയിൽ നിന്നും ഈ അരുണിനെ പിടികൂടുന്നത്. അതിനുശേഷം ഈ അരുണിൽ നിന്നും ഇപ്പോൾ അന്ന് ഈ കസ്റ്റഡിയിൽ എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള 3 പ്രതികൾ കൂടി ഇപ്പോൾ കേരളം വിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ അന്വേഷണ ചുമതലയുള്ള തിരുവല്ല DYSP നജീമിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ച് വരുന്ന ദിവസങ്ങളിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം പൂർത്തീകരിച്ച ശേഷം ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായിട്ടാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ നമുക്ക് രേണു ഇപ്പോൾ ഒരു സുപ്രധാനമായ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള മരണസുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർക്ക് ജാമ്യം ലഭിക്കുന്ന ആ രീതി അനുസരിച്ച് എപ്പോൾ ജാമ്യം ലഭിക്കുമോ അപ്പോൾ തന്നെ കാപ്പ ചുമത്തി ജയിലിൽ നിന്നും പുറത്തു വരാതിരിക്കാനുള്ള നടപടിയുമായി അന്വേഷണ സംഘം ഇപ്പോൾ മുൻപോട്ട് പോവുകയാണ്. ഈ കേസിന്റെ റിപ്പോർട്ട് ഇന്നലെ തന്നെ SP പത്തനംതിട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണനെ കൈമാറി. ആ കളക്ടറുടെ ഇപ്പോൾ നടപടി പ്രകാരമാണ് വീണ്ടും ഈ മരണത്തുവിനും മറ്റ് പ്രതികൾക്കും ഇപ്പോൾ കാപ്പ ചുമത്താനുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. രേണുക, ശരി, വിവരങ്ങൾ പങ്കുവച്ചത് പ്രസാദൻ ചെയ്യാണ്.